ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 23. ആജീവനാന്ത ജീവഗതി. യഹോയാദ പുരോഹിതന്റെ ആയുഷ്കാലത്തൊക്കെയും യോവാശ് യഹോവയ്ക്കു പ്രസാദമായുള്ളത് ചെയ്തു. 2 ദിനവൃത്താന്തം 24 അധ്യായം 2 വാക്യം. ഷിബുമോനും എലിസബത്തും ഹരിതാഭമായ കേരളത്തിൽ നിന്ന് ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് പാമ്പുപിടുത്തക്കാരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട സാമൂഹിക ജീവിതത്തിൽ നിന്ന് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ശ്രേഷ്ഠ ദൗത്യത്തിനായി കുടിയേറി. ഡൽഹി ഗുർഹാവോൺ അതിർത്തിയിലെ മാണ്ഡി ഗാവോണിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനായി അവർ അവരുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റി. തങ്ങളുടെ മാതാപിതാക്കളുടെ തൊഴിൽ ഏറ്റെടുക്കാതെ ഒരു നാൾ കുട്ടികൾ പരിഷ്കൃതരായി ജീവിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ അധികമാരും സഞ്ചരിക്കാത്ത പാത സ്വീകരിച്ചത്. യഹോയാദ എന്ന പേര് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. എന്നിട്ടും ദൈവത്തോടുള്ള സമർപ്പണത്തിൻ്റെ പര്യായമാണ്. ഭരണത്തിൻ്റെ ഭൂരിഭാഗം സമയവും നല്ല രാജാവായി ഭരിച്ച യഹോയാദയ്ക്ക് നന്ദി. യോവാഷ് രാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം മഹാപുരോഹിതനായി സേവനമനുഷ്ഠിച്ചു. യോവാഷിന് വെറും 7 വയസ്സുള്ളപ്പോൾ അവനെ നിയമാനുസൃത രാജാവായി വാഴിക്കുന്നതിൽ യഹോയാദ ആയിരുന്നു പ്രേരകം. എന്നാൽ ഇത് അധികാരം പിടിച്ചെടുക്കൽ ആയിരുന്നില്ല. യോവാഷിന്റെ കിരീടധാരണ വേളയിൽ യഹോയാദ അവർ യഹോവയുടെ ജനമായിരിക്കുമെന്ന് യഹോവയ്ക്കും രാജാവിനും ജനത്തിനും മധ്യേയും നിയമം ചെയ്തു. ഏറ്റവും ആവശ്യമായിരുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് അവൻ വാക്കുപാലിച്ചു. അവർ യഹോയാദയുടെ കാലത്തൊക്കെയും ഇടവിടാതെ യഹോവയുടെ ആലയത്തിൽ ഹോമയാഗം അർപ്പിച്ചു പോന്നു. അവന്റെ സമർപ്പണം ഹേതുവായി യഹോയാദയെ ദാവീദിന്റെ നഗരത്തിൽ രാജാക്കന്മാരുടെ ഇടയിൽ അടക്കം ചെയ്തു. യൂജിൻ പീറ്റേഴ്സൺ അത്തരമൊരു ദൈവ കേന്ദ്രീകൃതമായ ജീവിതത്തെ വിളിക്കുന്നത് ഒരേ ദിശയിലുള്ള ദീർഘമായ അനുസരണം എന്നാണ്. വൈരുദ്ധ്യമെന്ന് പറയട്ടെ, പ്രശസ്തി, അധികാരം, സ്വയം നിർവൃതി എന്നിവയ്ക്ക് അടിയറവ് പറയുന്ന ഈ ഒരു ലോകത്ത് വേറിട്ട് നിൽക്കുന്നത് അത്തരം അനുസരണമാണ്. ചിന്തിക്കുക, ഈ വിഷയത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശയെ എങ്ങനെ വിവരിക്കും? എന്തു മാറ്റങ്ങൾ വരുത്തുന്നതിന് നിങ്ങളെ സഹായിക്കാനാണ് ദൈവത്തോട് അപേക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന് മഹത്വം.